അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിഷിദ്ധമാക്കപ്പെട്ടത് എന്നാണ് മുഹറമിൻ്റെ അർത്ഥം. യുദ്ധം നിഷിദ്ധമാക്കിയ മാസം എന്നും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് സ്വർഗപ്രവേശം നിഷിദ്ധമാക്കിയത് എന്നും വ്യാഖ്യാനങ്ങളുണ്ട്. ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗനിർഭരമായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം. ഷഹറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം മാസത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിലെ വിജയത്തിന് നിദാനമാകുന്ന നിരവധി പാഠങ്ങൾ മുഹറം മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ തൗബ മുതൽ നിരവധി നബിമാരുടെയും പൂർവ്വസൂരികളുടെയും സഹന സമർപ്പണത്തെ മുഹറം മാസം നമുക്ക് പാഠമായി നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അലംഘനീയമായ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ക്ഷമ എന്ന ആയുധം കൊണ്ട് ധർമ്മസമരം തീർത്ത അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗശമനമുണ്ടായതും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ആകാശാരോഹണവും യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതും ഈ പുണ്യമായ മാസത്തിലാണ്. ക്ഷമ അലങ്കാരമാകുമ്പോൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് ശേഷവും ക്ഷമയുടെ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ നമുക്കുണ്ടാകുമെന്ന് മുഹറത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അള്ളാഹുവിൻ്റെ പരമാധികാരത്തിലും പരമാധിപത്യത്തിലുമുള്ള വിശ്വാസം, അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിക്കുകയും ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അതിൻ്റെ അവസാനം വിജയം സുനിശ്ചിതമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും ശത്രുക്കളായ ഫിറഔനും കൂട്ടരും പിന്തുടർന്ന് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന മൂസാ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ഫിറഔൻ അടക്കമുള്ള ശത്രുക്കളെ നദിയിൽ മുക്കി കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്ത മാസമാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം. എല്ലാ പ്രതിസന്ധികളിലും വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും വിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ടു പോവുകയും ചെയ്താൽ എല്ലായിടത്തും വിജയം ഉണ്ടാകുമെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനോട് പാപമോചനം നടത്തുകയും അള്ളാഹുവിൽ സർവ്വതും സമർപ്പിക്കുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയിലും ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ്. മുഹറം മാസം എന്നത് ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റായി നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഓർക്കുകയും പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി സർവ്വതും ശുദ്ധമായി തൗബയുടെ മനസ്സോടുകൂടെ ആയുസ്സിൻ്റെ മറ്റൊരു ഏടിലേക്ക് കാലെടുത്തു വെക്കുന്ന മുഹൂർത്തം, വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ആലോചിക്കുകയും നന്മയുടെയും ധാർമ്മികമായ മൂല്യങ്ങളുടെയും ബോധത്തെയും ആത്മീയമായ വളർച്ചയിലെ കുറിച്ചുള്ള ആലോചനകളുണ്ടാവുകയും അതിനുവേണ്ടി ആരാധനാകർമ്മങ്ങളിൽ നിരതരാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു സാഹചര്യം കൂടി മുഹറം മാസം നമുക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. മുഹറത്തിലെ ആദ്യത്തെ 10 ദിവസം നോമ്പനുഷ്ഠിക്കൽ പുണ്യമാണ്. അതിൽ 9ഉം 10ഉം പ്രത്യേകം സുന്നത്തുള്ള മുഅക്കദായ ശക്തമായ സുന്നത്തുള്ള ദിവസങ്ങളാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും കഴിഞ്ഞ കാലത്തെ പോരായ്മകളെക്കുറിച്ച് ഓർത്ത് പരിഹരിക്കുകയും പുതിയ കാലത്തെ നല്ല നാളുകളെ ഉറപ്പിക്കുകയും ചെയ്ത് മുന്നോട്ടു പോകാനുള്ള അവസരമായി മുഹറം മാസത്തെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.